ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കടയൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള വൈകിട്ടത്തെ കുറച്ച് പരിപാടീസാണ് കേട്ടോ. ഒരു 3 മണി 4 മണിയോടെ കടയിൽ നിന്ന് അച്ഛനും അനിയന്മാരൊക്കെ വരും. അമ്മ നേരെ പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകും. ഇന്ന് അതൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിറ്റേ ദിവസത്തേക്കുള്ളത് എല്ലാം അരിയുന്നുണ്ട്. കടയിൽ നിന്ന് വരുമ്പോൾ ഒരുവിധം ഐറ്റംസ് നമുക്ക് ഡിന്നറിന് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. ചിക്കനും ബീഫും മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ അതേ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ബാലൻസ് ചോറ് ഇതാ ചൂടാക്കുന്നുണ്ട്. ഗോപിക തകൃതിയായി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അതാ ഞങ്ങൾ സാമ്പാറിലേക്കും നോൺ ഐറ്റംസിലേക്കുള്ള എല്ലാം അരിഞ്ഞു വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയപ്പോൾ ഇച്ചിരി ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ ആൾക്കിന്ന് മാച്ച് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കുപ്പിയിലും 2 കുപ്പിയിലായിട്ട് വെള്ളം എടുത്ത് ഞാൻ അവിടെ ഒന്ന് നീറ്റാക്കി അവിടെ റൂമിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഹാളിൽ ഒന്ന് നോക്കിയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദും ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അപ്പോൾ അവർക്കുള്ള വട്ടയപ്പം കൊടുത്ത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ നല്ല കളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 3 കുറുമ്പന്മാരും ഒരു കുഞ്ഞി കുറുമ്പിയും ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഇവരെ കൂടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് ഞങ്ങളുടെ നേരം പോകുന്നത് തന്നെ ഞങ്ങൾക്കറിയില്ല ഗൈസ്. അപ്പോൾ അതേ വേദുവിനോട് കുറച്ചേരം അങ്ങനെ വീണ്ടും പറഞ്ഞിരിക്കുമ്പോഴേക്ക് ഈ കുഞ്ഞി എൻ്റെ കയ്യിൽ വന്നു കേട്ടോ. കുഞ്ഞി നല്ല കുറുമ്പത്തി ആ സാധനം വെച്ച് അവൾ എൻ്റെ മുഖത്തൊരു അടി അടിച്ചു ഗൈസ്. പിന്നെ കണ്ടില്ലേ, അവളെയും പിടിച്ച് കുറച്ചേരം ഇങ്ങനെ ഇരുന്നു. നേരെ ഞാൻ റൂമിൽ പോയി എൻ്റെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇക്കച്ചി അവിടെ ഇപ്പോൾ മാച്ചിനുള്ള കിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദു വന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഞാനിതാ എൻ്റെ തുണി മടക്കി വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇക്കച്ചി പോവാനുള്ളതൊക്കെ റെഡി ആക്കണം കേട്ടോ. പിന്നെ അതേ സിദ്ധു വന്നു, എല്ലാവരും വന്ന് ഗോപിക്കും എല്ലാവരും റൂമിൽ വന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ വർത്താനൊക്കെ പറഞ്ഞു. സിദ്ധു ക്യാമറ ഒക്കെ നോക്കി നല്ല ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ നെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടയുടെയാണെന്നൊക്കെ. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഇപ്പോൾ ഈ ടോയ്സ് കൊണ്ട് എനിക്ക് തൊഴിലില്ലാതെ ഞാൻ വാശി പിടിച്ച് പിന്നെ ഞാൻ ഈ ആൽഫബറ്റ്സ് സെറ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതേ ഞാൻ കുറച്ച് ലാവാ കേക്ക് സിദ്ധുവിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പിള്ളേഴ്സ് എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ നെയ്തുവിന് ഫുഡ് കൊടുക്കൽ ചടങ്ങിലേക്ക് കിടന്നു. ഇപ്പോൾ അവന് ഭയങ്കര വാശിയാണ് കേസ്. അപ്പോൾ അവൻ്റെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് അവനെ ഫ്രഷാക്കി. അപ്പോഴത്തേനും ദൈവന്മാർ മീൻ പിടിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞ് അതൊക്കെ പൊക്കി പിടിച്ചെടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ നെയ്തുവിൻ്റെ ഫുഡിൻ്റെ പാത്രമൊക്കെ കൊണ്ടുപോയി കഴുകി. അപ്പോഴത്തേനും നെയ്തുവിൻ്റെ ഡയപ്പറൊക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് കഴിച്ചു, വട്ടയപ്പം കഴിച്ചു. അപ്പോഴത്തേനും ഇതാ നമ്മുടെ പുത്രന്മാരവിടെ മീൻ പിടിച്ച് കളിക്കുമ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡ് എടുത്തു, സിദ്ധുവിനും വേദുവിനും. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനെടുത്തു. ഞാൻ കുറച്ച് ചോറും രസം അതിലൂടെ ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും എടുത്തു കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കടയിലേക്കുള്ള മാങ്ങ അച്ഛൻ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അരിഞ്ഞ് ഞാനും ഗോപിയും പിള്ളേരെയും കൊണ്ട് വേഗം റൂമിലേക്ക് കയറി.